ഓണാക്കിയോ? എല്ലാം കിട്ടുന്നുണ്ട്. ഹായ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കൈ നിറച്ച് മൈലാഞ്ചി ഇടണം. ചില കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ബ്രൈഡിന്റെ കൈ ഫുള്ള് മൈലാഞ്ചി ആയിരിക്കും. അത് കാണുമ്പോൾ ഞാൻ കൊതിച്ചിട്ടുണ്ട്, എന്നാണാവോ ഇങ്ങനെ ഞാനൊന്ന് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇന്നാണ് ആ ദിവസം. നോക്ക് ഡിസൈൻസ് ഒക്കെ നോക്ക്. സിമ്പിൾ ഡിസൈൻ വേണോ? എനിക്ക് അങ്ങനെ പറയാൻ സത്യത്തിൽ അറിയത്തില്ല. നിങ്ങൾക്ക് എന്താണോ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അത്. എത്ര നാളുകൊണ്ട് ഈ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്? 2023 രാവിലെ എന്തോ കഴിച്ചേ? പുട്ട്. പൊട്ടിന്റെ എനർജിയെങ്കിലും വരട്ടെ. എനിക്ക് എനർജി ഒക്കെ ഉണ്ട്. ഞാൻ എനർജി ഒക്കെ പുറത്തെടുത്ത നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. ആരുടെയും മുമ്പിൽ കൈനീട്ടില്ല എന്ന ജീവിതത്തില് എന്റെ രീതി ഇവള് മാറ്റി. എന്റെ മുന്നിൽ ഞാൻ കൈ നീട്ടിച്ചു. ഇത് ശരിക്കും പഠിച്ചാണോ അതോ സ്വന്തം കഴിവാണോ? സ്വന്തം കഴിവാ. സ്വന്തം കഴിവാ, എന്റെ മാത്രം കഴിവാ. അപ്പൊ ഇത് കാണുന്നവരെല്ലാം ഈ കുട്ടിയുടെ കഴിവിൽ വിശ്വസിക്കണം. ഈ ഡിസൈനൊക്കെ പേരുണ്ടോ? മണ്ടാല. മണ്ടാല? നമ്മളിങ്ങനെ നിന്റെ മണ്ട വല്ലതുണ്ടോ? മണ്ടാല. എനിക്കൊന്ന് പണ്ട് ഒപ്പന കളിച്ചപ്പോ ഇട്ടതായിട്ട് എനിക്കൊരു പണ്ട് ആയ കാലത്ത്. ഇപ്പം വയസ്സായോ? ആയ കാലത്ത് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. ഇതാണ് പേഷ്യൻസ് ഇല്ലാതെ ഈ ഒരു സംഭവത്തിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ബ്രൈഡ്സ് കോണ്ടാക്ട് ചെയ്യുമ്പോഴേ നമ്മൾ പറയും ഫുൾ ബ്രൈഡിൽ വർക്ക് ചെയ്യാൻ 5 hours വേണം. പിന്നെ ഡിപ്പെൻസ് അപ്പോൾ അതിൻ്റെ ഡിസൈൻസിൻ്റെ ഇതനുസരിച്ചിരിക്കും എത്ര മണിക്കൂർ. പിന്നെ ഒരു ഫുൾ ബ്രൈഡൽ ചെയ്യാൻ എനിക്ക് 5 hours വേണം. 5 hours നമ്മൾ ക്ഷമയായിട്ടിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. അപ്പൊ ഈ 5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് കഴുത്തിന് എനിക്കില്ലേ? കഴുത്തൊക്കെ വേദനയെടുക്കും. പിന്നെ നമ്മുടെ പാഷൻ അല്ലേ, നമുക്ക് നമ്മുടെ പാഷൻ ആയതുകൊണ്ട് നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊന്നും എഫക്ട് ചെയ്യത്തതേ. ഏറ്റവും കൂടുതൽ ബ്രൈഡ് പ്രിഫർ ചെയ്യുന്നത് ഏത് ഡിസൈൻ ആയിരിക്കും? എനിക്ക് കൂടുതൽ കിട്ടുന്നത് ഹിന്ദു ബ്രൈഡ്സ് കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. ഈ ലോട്ടസ്, എലിഫന്റ്, പീക്കോക്ക്. ഏത് ചെയ്യാൻ അയ്യാക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് ട്രഡീഷണൽ ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലിയാണ് പുള്ളിക്കാരി. അതേപോലെ വർക്ക് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാനിങ്ങനെ സുഖിച്ചിരിക്കുമായിരുന്നു. നല്ല തണുപ്പാട്ടോ ഇത് ഇടുന്ന സമയത്ത്. ഡിസൈൻസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കൈ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരി ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഔട്ട് വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതിയിലൊരു ഔട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പുനലൂർക്കാർ മെഹന്തി ആർട്ടിസ്റ്റിനെ തപ്പി ദൂരെ എങ്ങും നടക്കണ്ട. നമ്മുടെ സ്വന്തം അർണാസ് മെഹന്തി. താങ്ക് യു സോ മച്ച്.